ഹോം ലോൺ എന്ന കെണി. ഒരു വീട് നോക്കിയിട്ടുണ്ട്. കൈ കാശുണ്ടോ? കുറച്ചുണ്ട്. ബാക്കി ലോൺ എടുക്കാം. എത്ര വീടിൻ്റെ വില? ഒരു 50 ലക്ഷം വരും. കയ്യിൽ എത്രയുണ്ട്? ഒരു 10 കാണും. ഒരു 40 ലോൺ എടുക്കണം. അതിപ്പോൾ വീട് പണയം വെച്ചാൽ ബാങ്ക് 80% ലോൺ തരും. അപ്പോൾ പ്രശ്നമില്ല. 15 വർഷത്തേക്ക് കാലാവധി കിട്ടും. എത്ര പലിശ? 8.50. 40 ലക്ഷത്തിന് 8.5% പലിശ കണക്കാക്കിയാൽ 3,40,000 രൂപ. അപ്പോൾ 15 വർഷത്തിന് 51 ലക്ഷം രൂപ പലിശ. എന്ത്? അതെ, 50 ലക്ഷം രൂപയുടെ വീടിന് 15 വർഷത്തേക്ക് 51 ലക്ഷം രൂപ പലിശ. മൊത്തം 15 വർഷത്തിൽ 91 ലക്ഷം രൂപ അടയ്ക്കണം. അത്രയൊന്നും വരില്ല. എന്നാൽ അത്രയും തന്നെ വരും. 50 ലക്ഷം രൂപയുടെ വീടിന് 91 ലക്ഷം രൂപ അടയ്ക്കണം 15 വർഷത്തിനുള്ളിൽ. മാസം വീട്ടുവാടക 10 മുതൽ 15,000 രൂപ വരും. ഈ വീട് വാങ്ങിയാൽ മാസം 50,000 രൂപ അടവ് വരും. അത്രയും അടക്കാനുള്ള വരുമാനമുണ്ടോ? കച്ചവടമല്ലേ, നടക്കും. സ്വന്തം വീട് എന്നത് ഒരു സ്വപ്നമാണ്. പക്ഷേ 8.5% പലിശയ്ക്ക് കടമെടുത്ത് വീട് വാങ്ങിയാൽ വീടിൻ്റെ ഇരട്ടി വില 15 വർഷത്തിനകം നൽകണം. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ തിരിച്ചടവ് മുടങ്ങും. ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റാലും കടം വീടില്ല. അവസാനം ബാങ്ക് ജപ്തി ചെയ്യാൻ വരും. വിൽക്കാൻ പോയാൽ വാങ്ങാനും ആളുണ്ടാകില്ല. ആളുണ്ടായാൽ തന്നെ പാതി വിലയ്ക്ക് ചോദിക്കും. അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിൽ വീടിനുള്ളിൽ ഒരു കയറിൽ ജീവിതം അവസാനിക്കും. ബാങ്ക് ജപ്തി ചെയ്തു വീട് വിൽപ്പനയ്ക്ക് വെച്ച ഫോട്ടോ കണ്ടപ്പോൾ മനസ്സ് അറിയാതെ ഒന്ന് വിതുമ്പി. എത്രമാത്രം കഷ്ടപ്പെട്ട് എടുപ്പിച്ചതായിരിക്കും ആ വീട്. ജോലി നഷ്ടപ്പെട്ടോ സുഖമില്ലാതായോ മറ്റോ ലോൺ അടവ് മുടങ്ങി. എത്രമാത്രം മനസ്സ് വേദനിച്ചായിരിക്കും ആ കുടുംബം വീട് വിട്ടു പോയിട്ടുണ്ടാവുക. വാടകയ്ക്ക് താമസിക്കുന്നതിൽ അപമാനം തോന്നേണ്ട കാര്യമൊന്നുമില്ല. നാട്ടിലുള്ളവരോട്, നാടണയുന്ന പ്രവാസികളോട് സ്നേഹത്തോടെ പറയട്ടെ, ലോൺ തരാൻ എല്ലാ ബാങ്കുകൾക്കും സന്തോഷമാണ്. അടവ് തെറ്റിയാൽ വീട് മാത്രമല്ല അവർ കൊണ്ടുപോവുക, നമ്മുടെ മാനവും ജീവനും കൂടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇനിയെങ്കിലും സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ലോൺ, അതായത് പ്രത്യേകിച്ച് ഹൗസിംഗ് ലോൺ, അതൊരു വല്ലാത്ത കെണി തന്നെയാണ്. ഈ കെണിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ നിങ്ങൾക്ക് ചെറിയ വീട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാം. പക്ഷേ വലിയ വീടും വലിയ ആഡംബരങ്ങളുടെയും പിന്നാലെ പോയാൽ തീർച്ചയായും നിങ്ങൾ ഒരു ഗതിയും പരഗതിയുമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടും. തീർച്ചയായും അറിഞ്ഞുകൊണ്ട് നിങ്ങളാരും ഈ കെണിയിൽ പോയി ചാടാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.